ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും ഇന്ന് ബറാത്താണ് അറിയാം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ബറാത്ത് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ബറാത്ത് ഒന്നാണ്, പക്ഷെ തമിഴ്നാടും കേരളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കേരളത്തിലത്തെ ആളായത് കാരണം കൊണ്ട് നമുക്ക് കേരളത്തിലാണ് എനിക്ക് ബറാത്ത്. ഇവിടെ നാളെയാണ് ബറാത്ത്. അപ്പോൾ അവിടുത്തെ ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ട് നമ്മുടെ ഓതലും ഇതൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചീരിനി ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ എണീറ്റ് മുതൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. അത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കൂലേ, ഉണ്ണിയപ്പായിട്ടോ പായസമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഇന്ന് തല പൊന്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുള്ള് കടത്തായിരുന്നു. ഇപ്പോഴാണ് എണീറ്റ് എല്ലാതും കഴിഞ്ഞ് വീടൊക്കെ തടിച്ചു ഒരു വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് ഇന്ന് മോദി കഴിഞ്ഞിട്ട് അപ്പം എന്ത് ചെയ്തെന്നറിയോ, ഫുഡ് എന്തായാലും ഉണ്ടാക്കില്ല. ഒന്നാമത് വയ്യ. അപ്പം എന്തായാലും പുറത്ത് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ വീട്ടിലും പത്തിരി ഇറച്ചി. പോണ വർഷം നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മധുരം വല്ലാണ്ട് കുട്ടികൾക്കൊന്നും പറ്റില്ലല്ലോ, എന്നിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നാളെയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ബറാത്ത്. അപ്പോൾ ഇവിടെ നാളെ ഉണ്ടാക്കാം അല്ലേ. നാളെ എന്തായാലും പൊതുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നാളെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കേരളത്തെ കുട്ടിയായതാരണം കൊണ്ട് കേരളത്തിലെ കുട്ടിയായതാരണം കൊണ്ട് കേരളത്തിലെ ആ ഒരു ബറാത്ത് ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും പുറത്ത് പോയി ഫസ്റ്റ് ഫുഡ് പോയി വാങ്ങിയിട്ട് വരാം. കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ മരുന്ന് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കടന്ന ആളാണ് ഞാൻ. നടുവിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, തിന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിശന്നിട്ട് കണ്ണു കാണാനില്ല. അപ്പൊ എന്തായാലും ഉണ്ടാക്കി തിന്നാൻ നേരമല്ല. അപ്പൊ കടയിൽ പോയിട്ട് എന്തെങ്കിലും കുട്ടിച്ചങ്ങി കിട്ടുന്നത് വാങ്ങിയിട്ട് വരാനിട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാണ്. വന്നിട്ട് വേണം ഉമ്മാക്കൊക്കെ വിളിച്ചു നോക്കാൻ. ഇമ്മ എന്തായാലും കൊല്ലത്താണല്ലോ. അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് ചോദിക്കാല്ലേ. ഓക്കെ, വാ പോവാം. സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹോട്ടൽ കടയ്ക്ക് പോയി വന്നാൽ സാധനം കിട്ടാൻ എങ്ങനെ നോക്കിയാലും 1 മണിക്കൂറാവും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, വേണ്ടേന്നില്ല ഈ പരിപാടി. വീട്ടിലുള്ളത് ചട്നി അരച്ച് ദോശ ചുറ്റുകയാണെങ്കിൽ 1 മണി നേരം ആവൂല. പക്ഷെ നമ്മൾ എപ്പോഴേലൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിട്ട് പറ്റും. ഒന്നാമത് ഉണ്ടാക്കാൻ പറ്റാനായിട്ടാണ്. അതില്ലാണ്ട് എന്താണെന്നറിയോ, എത്ര വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും ഇല്ല, നിലത്തിരുന്ന് തിന്നണം. അത് എന്താണെന്നറിയോ, ഇപ്പോൾ ഡൈനിങ് ടേബിൾ അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതിൽ ഇരിക്കലില്ല. ഞങ്ങൾ സർവ്വസാധാരണ എപ്പോഴും താഴെ ഇരുന്നിട്ടാണ് കഴിക്കല്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് കറികളാട്ടുള്ളത്. അപ്പൊ ഇത് പാർന്നൊന്നുമില്ല, അതിനാണ് അപ്പൊക്കെ വേണ്ടത് പാർന്നോളി. ഒരു വെള്ളക്കുറുമയും. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ, നമ്മളെ നാട്ടില് പൊറോട്ട വാങ്ങുമ്പോഴേ എക്സ്ട്രാ ആണെങ്കിൽ നമ്മൾ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ വാങ്ങണം. പിന്നെ പൊറോട്ടക്ക് ഒരു വള്ളംമാരി ഒരു ഇത് തരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊറോട്ട വാങ്ങിയാലും അതിനനുസരിച്ച് നല്ല കുറുമ, വെള്ള കുറുമ, വെജിറ്റബിൾ കുറുമ, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇത് വെള്ള കുറുമ, ഇത് സാദാ കുറുമ, ഇത് കറുപ്പ് കുറുമ. അപ്പൊ ഇതാണ് കുഴമ്പുകൾ. അപ്പം ഇത് ചില്ലി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികള്. നല്ല അടിപൊളി ബീഫ് ചില്ലി നമ്മൾ ഒന്ന് കഴിച്ചാൽ. നമ്മളധികം ഉണ്ടാക്കലാണ് പതിവ്. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഇതേമാതിരി പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് ബീഫ് ചില്ലിയാണ്. ഇതില് ചിക്കൻ അല്ല, ബീഫാണ്. ബീഫിന് ഓക്കെ, ബീഫ് ചില്ലി 100 എത്ര 50? 100 ഗ്രാം. അതെനിക്കറിയില്ല. ഞാൻ ബീഫ് ചില്ലി കഴിച്ചിട്ടില്ല. ഇത്ര ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഉണ്ടെന്ന് എനിക്കും അറിയില്ല. ബീഫ് ചില്ലി കഴിച്ചിട്ട് ഞാൻ പറയില്ലേ, നമ്മുടെ തമിഴ്നാട്ടിലെ ചില്ലിയാണ് ഫേമസ്. ചിക്കൻ്റെ ആ ഒരു ചില്ലിയുടെ ആ ഒരു ടേസ്റ്റ് വേറെ എവിടെയും കിട്ടൂല. ഏതിനാണ് മുട്ട കൊണ്ട് കൂടി ചില്ലി ഉണ്ടാക്കും. അതുപോലെ ബജ്ജി, കായ ബജ്ജി, വെങ്കായ ബജ്ജി, എല്ലാത്തിനും നമ്മളവിടെ ടേസ്റ്റ്. ഇഡ്ലി സാമ്പാറ് നമ്മുടെ രാജ്യത്ത് രാജ്യമില്ല. സ്പെഷ്യൽ സാധനം നീ സായന്തരം സാപ്പിടവേ. ഞങ്ങൾ കാലയില് ടീയും 2 വടയും തിന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പോഴോ ഇത് സ്പെഷ്യൽ സാധനമാണ്. ഇത് സനാക്കുള്ള സ്പെഷ്യലാണ്. സന ആ സ്പെഷ്യൽ തിന്നില്ല. അതുകൊണ്ട് സനാക്ക് നോർമൽ സ്പെഷ്യൽ. ഇതാണ് വേണ്ട ഒന്ന് തട്ട്. സനാക്ക് നമ്മൾ പൊറാട്ട മതി പറഞ്ഞപ്പോൾ പൊറാട്ടയാണ് വാങ്ങിയിട്ടുള്ളത്. അതും പൊറോട്ട കണ്ടോളി ഗൈസ്. നമ്മളവിടുത്തെ പൊറോട്ട എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പൊറോട്ട എന്നാ കൊള്ളാം അറിയില്ല. ഇത് അത്യാവശ്യം ആ ഒരു പൊറോട്ടൻ്റെ എല്ലാം എന്നാലും അത്യാവശ്യം എളുപ്പമുണ്ട്. അപ്പോൾ സലാക്ക് നമ്മൾ പൊറോട്ട വാങ്ങിക്കണം. സലാക്ക് വേണ്ടത് സപ്റ്റിക്കോ ശരിയാ.
ഇനി അടുത്ത സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് സ്പെഷ്യൽ. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ സാധനം. നമ്മളെ അവിടെ ഒരുപാട് പൊറോട്ടയിൽ വെറൈറ്റി ഉണ്ട്. ചോക്ലേറ്റ് പൊറോട്ട, മസാല പൊറോട്ട, മുട്ട പൊറോട്ട, പിന്നെ എന്താണ് വേറെ കുറെ പൊറോട്ടകൾ കൊത്തു പൊറോട്ട, ഇല പൊറോട്ട, പിന്നെ കോണ പോടുമേ കിളി പൊറോട്ട, അതെന്താ ബണ്ണ് പൊറോട്ട, പിന്നെ നിങ്ങളിവിടെ മുട്ട പാകത്തിട്ടൊരു പൊറോട്ട അങ്ങനെയാ വീച്ച് പൊറോട്ട. അപ്പോൾ ഇതാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനം ഗൈസ്. ഇതാണ് ഇല പൊറോട്ട. ഈ ഒരു പൊറോട്ട കിട്ടാനാണ് നേരം മുതിയതില്. ഇതവരാ കറിയൊക്കെ ഇത് മസാല അന്ന് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ട് പൊറോട്ടയൊക്കെ ഊറുമല്ലോ, കുതിരുമല്ലോ. സന നോക്കുന്നുണ്ട്, സനാക്ക് തന്നത് വേണ്ടായിരുന്നു. ഇതാണ് ഇല പൊറോട്ട. ആർക്കാണിത്? ഇത് 2 പൊറോട്ട ഉണ്ടല്ലേ. അന്ന് നമ്മൾ വാങ്ങിയത് വേറെ ടേസ്റ്റ് ആയിരുന്നു, ഇന്ന് വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് മിയാസിന് ഇത് വേണം പറഞ്ഞപ്പോൾ മിയാസിന് നമ്മൾ ഇതൊന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അല്ലേ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് വിളിച്ചു നോക്കാണ്. ഫോൺ എടുക്കുക എടുക്കില്ല എനിക്കറിയില്ല. സുഖം തന്നെ. എല്ലാതും കഴിഞ്ഞോ ബറാത്തൊക്കെ? ഞാനും ഒന്നും ഉണ്ടാക്കിയില്ല. ഇല്ല, ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ രാവിലെ തലവേദന വെച്ചിട്ട് കടന്നിട്ട് ഞാൻ രചിച്ചിരിക്കുന്നത് വൈകുന്നേരത്താണ്. ഇന്നലെ ഫുള്ള് ചിറ്റിയിരുന്നില്ലേന്ന്. ഇന്നലെ 1:30 നീച്ചപ്പോ മുതലുണ്ട് തല താത്താൻ പറ്റാനിട്ട്. ഒന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. യാസ്മിനെ ഓതി ഇതാക്കി. ഇനിയിപ്പോ ഇവിടെ നാളെയാണല്ലോ. അപ്പൊ ഇവിടെ നാളെ ഏതായാലും കൊണ്ട് കുട്ടികൾക്ക് നാളെ ഉണ്ടാക്കി കൊടുക്കാം. എനിക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ. അവിടുത്തെ ഉണ്ട് ഇവിടുത്തെ ഉണ്ട്. ബറാത്തേ അവിടുത്തേലും കൂടണല്ലോ ഇവിടുത്തേലും കൂടണല്ലോ. അങ്ങനെ 2 എണ്ണം. എന്നിട്ട് ഒന്നും തീരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾതാ തിന്നല്ല. ആ മറ്റേ ഓല ആ സാധനം വെച്ച് കളിക്കുമല്ലോ, ക്ലേയോ, അതുകൊണ്ട്. അലാനെ എന്നിട്ട് എന്താ എന്നിട്ട് ഒന്നുമില്ലേ? നാളെ ഞാൻ എന്താണ് ഉണ്ടാക്കി തരണ്ട്? പായസം. എന്താണ് പായസം വേണം, ബിരിയാണി വേണം വെച്ചപ്പോ പായസം മതി. ഇത്ര ചിത്തപ്പാക്കും ഒരു പാത്രത്തിൽ എടുത്തു വെക്കുന്നത്. ചിത്തപ്പ എടുത്ത പൂവടെ പൂവട പോകുമ്പോ വെള്ളം തേങ്ങ എല്ലാം പോട്ട് മാവിലെ സേമിയ പോകുമ്പോ അതൊരു ഇത് ഗോപി മന്ദിരല്ലേ, ഗോപി മഞ്ചൂരിയൻ, ഗോപി മന്ദിരം. എടുത്തു വരാനാണ് നോക്കട്ടെ. ഇല്ല. ആ അതിന് നേരെ പിടിച്ചോളി ഫോണ്. ഒരു ടി വി ആണ് ഇരിക്കൂല്ലേ? അലാന മോളെടുത്തു. ലാന എടുത്തു. ഓൾ കാത്തു കാണുവാണേ. കാത്തു കാണുമ്പോ ആരും നിൽക്കാൻ പാടില്ലല്ലോ. 10 കാരണം 9 അലാന എടുത്തു. അലാന അലട മതി. അങ്ങനെ ഉമ്മാനോടൊക്കെ സംസാരിച്ചു. ഉമ്മ അപ്പത്തിനും
ചക്കരയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് എന്നൊക്കെ പറഞ്ഞു. അതും ഞാൻ ഈ നേരത്ത് വിളിക്കാൻ കാരണം ഇമ്മ ഇപ്പൊ കൊല്ലത്ത് പോയത് അതുകൊണ്ട് ഞാൻ ഈ നേരത്ത് വിളിക്കുന്നത്. എന്താ വെച്ചാൽ മറ്റേ സമയത്ത് ഉമ്മാനെ വിളിച്ച് അമ്മ ബിസി ആയിരിക്കും ഈ നേരത്ത്. കാരണം അലേഹാന്റെ പിന്നാലെ ചോറുകൊണ്ട് നടക്കുമായിരിക്കും. അപ്പൊ ഉമ്മാനെ ഈ നേരത്ത് വിളിച്ചാൽ കിട്ടില്ല. പിന്നെ കൊല്ലത്ത് പോയ ശേഷം രാത്രി 12 മണിക്ക് വിളിച്ചാലും ഉമ്മാനെ കിട്ടും. കാരണം അവിടെ അലാന ഉറങ്ങാനൊക്കെ സമയം എന്തായാലും ഒഴുകും. അപ്പൊ അങ്ങനെ അലാനെ കണ്ടു, ഉമ്മാനോട് സംസാരിച്ചു. ഇപ്പൊ വരാത്തൊക്കെ ആയതാനും കൊണ്ട് അപ്പൊ ഞാൻ തലവേദന എന്ന് പറഞ്ഞപ്പോ ഉമ്മ എന്താണ് ഇന്നലെ 4 ചുറ്റിയിട്ടാണ് സംഭവം. ഞാൻ പറയില്ലേ ഇപ്പൊ തലവേദന എന്ന് ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ അത് പറയും. ഉമ്മ ദിവസം നമ്മുടെ വീഡിയോ ഒക്കെ കാണാനുണ്ട്. എന്തെന്നെ ഉണ്ടായാലും വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ അത് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് വയ്യാണ്ടായി എന്ന് പറയും. അപ്പൊ സംഭവം അതാണ്. എനിക്ക് ഭയങ്കര കണ്ണു പൊന്നോക്കൊക്കെ കൊടുത്തില്ല. കാരണം ഫുള്ള് തലപൊന്നായിട്ട് കടന്നുകൊണ്ടിരുന്നു. പിന്നെ ആവിയൊക്കെ ഒന്ന് കുടിച്ച് ഗുളികളുണ്ട്. 4 ഗുളിക കുടിക്കാണ്ട് മക്കളെ. ഷുഗറിന്റെ മാത്രം കുടിക്കാണ്ട്, ബിപിയുടെ രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് കടന്നുറങ്ങിയാലാണ് രാവിലെ ഫ്രഷായി എണീക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നൊക്കെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നിങ്ങളുടെയൊക്കെ വീട്ടില് ബറാത്തിന് എന്തൊക്കെ ചെറിയ ചീരണി ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാത്ത ഒരു ബറാത്തും കൂടി ഉണ്ട്. അപ്പൊ നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മധുരത്തിൽ എന്തൊക്കെ വെച്ചാൽ ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഉണ്ടാക്കിയില്ലാന്നും ഒരു പരാതി വേണ്ടല്ലേ. എനിക്ക് ഭയങ്കര കഷ്ടം. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ബറാത്തില്ലേ നോമ്പ് ഒരു പ്രാവശ്യം നമ്മൾ 2 നോമ്പ് ഇവിടെ ആയിരുന്നു. പക്ഷെ ബറാത്ത് നോമ്പ് ഇവിടെ വന്നിട്ട് പിന്നെ നോമ്പും ബറാത്തിന്റെ ഇതൊക്കെ ഫസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബറാത്തിന്റെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, ലൈക്കും ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും.